Hi friends, ഞാൻ യാസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മല്ലു ക്രിയേറ്റർ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾക്കുള്ള ഒരു സംശയമാണ് എങ്ങനെയാണ് ഈ കസ്റ്റം URL ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. അപ്പോൾ ഈ കസ്റ്റം URLനെ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ചാനലിൻ്റെ സ്റ്റെബിലൈസേഷനും അതുപോലെ നമ്മുടെ ചാനലിനെ മറ്റൊരാളെ കൊണ്ട് അട്രാക്റ്റ് ചെയ്യിപ്പിക്കാനൊക്കെ നമുക്ക് ഈ ഒരു കസ്റ്റം URL നമുക്ക് ഒരുപാട് ഗുണകരമാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കസ്റ്റം URL എങ്ങനെയാണ് ഗുണകരമാകുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ ഒരാൾ നിങ്ങളോട് നിങ്ങളുടെ URL ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ഒരാളോട് നിങ്ങളുടെ ചാനൽ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചാനലിൽ പോയി നമ്മുടെ ലിങ്ക് കോപ്പി ചെയ്ത് വരുമ്പോൾ അത് ഏകദേശം ഒരു വലിയ നമ്പേഴ്സ് ഉണ്ടാവും. ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് കോപ്പി ചെയ്ത് അത്രയും ഒരു ടൈം ഡിലേ എടുക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരാളെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ സാധിക്കില്ല. അത് തന്നെ നമ്മുടെ നാമത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ചാനലിൻ്റെ പേരിലുള്ള ഒരു URL ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യാനും അതുപോലെ നമ്മുടെ സ്വന്തം ഡൊമൈൻ ആകുമ്പോൾ നമുക്ക് മറ്റൊരാളെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു കസ്റ്റം URL ക്രിയേറ്റ് ചെയ്യുന്നതെന്നും അതുപോലെ കസ്റ്റം URL ക്രിയേറ്റ് ചെയ്ത ആളുകൾ ഉണ്ടാവും. അതായത് അവർ മുമ്പ് ചാനലുള്ള ആളുകൾ, അവർക്കിപ്പോൾ അവരുടെ ചാനൽ ഒന്നും കൂടി ഇമ്പ്രൂവ് ആയപ്പോൾ അവർക്ക് ആ നെയിമൊന്നും ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ നമുക്കൊരു പുതിയ നെയിം ചെയ്യണം എന്നൊക്കെ പ്ലാനുള്ള ആളുകൾ. അപ്പോൾ ഈ ഒരു ഓൾറെഡി ചെയ്തു വെച്ച കസ്റ്റം URL എങ്ങനെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് പുതിയ കസ്റ്റം URL എങ്ങനെ നിർമ്മിക്കാം എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ഒരു കസ്റ്റം URL ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ യൂട്യൂബിൻ്റെ ഡാഷ്ബോർഡിൽ പോകേണ്ടതാണ്. അപ്പോൾ അതെങ്ങനെയാണ് പോകുന്നതെന്ന് ഞാൻ പറയാം. നിങ്ങൾ കമ്പ്യൂട്ടറിലാണ് എന്നുണ്ടെങ്കിൽ www.youtube.com എന്ന് അടിച്ചതിന് ശേഷം നമ്മുടെ വലത്തേ സൈഡ് നമ്മുടെ ചാനലിൻ്റെ ഐക്കണിന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അവിടെ ഗോ ടു ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന് പറയും. ഇത് ബീറ്റ വേർഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബീറ്റ വേർഷനിലും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ മൊബൈലിലാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ m.youtube.com അടിച്ചതിന് ശേഷം നിങ്ങളുടെ സൈഡിൽ ക്ലിക്ക് ചെയ്ത് 3 ഡോട്ട് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡെസ്ക്ടോപ്പ് മോഡ് ആക്റ്റീവ് ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടറിൽ കാണുന്ന പോലെ തന്നെ ഇൻ്റർഫേസിൽ കാണുകയും നിങ്ങൾക്ക് അവിടെ മേലെ പോയി വലത്തെ ഭാഗത്ത് നിങ്ങൾക്ക് ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന ഓപ്ഷനിലോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ നിങ്ങളിങ്ങനെ ക്രിയേറ്റർ സ്റ്റുഡിയോ ഓപ്ഷനിലോട്ട് പോയാൽ നമുക്ക് താഴെ ഇവിടെ അതർ ഫീച്ചേഴ്സ് എന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതർ ഫീച്ചേഴ്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഫീച്ചേഴ്സ് ആൻഡ് സ്റ്റാറ്റസ് എന്നൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ ഒരു ഡാഷ്ബോർഡാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം എൻ്റെ കസ്റ്റം URL ഞാൻ എലിജിബിൾ അല്ല. കാരണം കസ്റ്റം URL നമുക്ക് എലിജിബിൾ ആവാൻ കുറച്ച് ക്രൈറ്റീരിയകളുണ്ട്. അപ്പോൾ ആ എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ടുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് 100 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം എന്നതാണ്. രണ്ടാമതായിട്ടുള്ള നിങ്ങളുടെ ചാനൽ 30 ദിവസം പഴക്കമുണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് നിങ്ങളൊരു ചാനൽ ഐക്കൺ അല്ലെങ്കിൽ ലോഗോ ആഡ് ചെയ്തിരിക്കണം. അതുപോലെ നിങ്ങളൊരു ചാനൽ ആർട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കണം. ചാനൽ ആർട്ട് എന്ന് പറയുന്നത് നമുക്ക് കവർ ഫോട്ടോ പോലെയാണ്. നമ്മുടെ ചാനൽ തുറന്നു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയ രീതിയിലുള്ള ഒന്നാണ്. അപ്പോൾ ഇതൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്കൊരു URL എലിജിബിലിറ്റി ഉണ്ടാവും. അപ്പോൾ എൻ്റെ ചാനൽ എലിജിബിൾ അല്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ചാനൽ ഞാൻ ഇതിനു വേണ്ടി കടം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിൻ്റെ ഈ ഒരു ഹെൽപ്പ് ഡെസ്കിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ റിമൂവ് ചെയ്യണം, എങ്ങനെ ആഡ് ചെയ്യണം, ഇങ്ങനെയുള്ള എല്ലാ സംഭവത്തെക്കുറിച്ചും അവർ വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ വായിച്ച് നിങ്ങൾക്ക് ഇംഗ്ലീഷ് നോളജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമായിരിക്കും. ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു ചാനലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓൾറെഡി കസ്റ്റം URL എലിജിബിൾ ആണ്. അപ്പോൾ നമ്മൾ കസ്റ്റം URL എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളതിൽ എനേബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം UR എലിജിബിൾ ഫോർ കസ്റ്റം URL എന്ന്. അപ്പോൾ നമുക്ക് ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ പഴയ നെയിമുകളും അതുപോലെ നമുക്ക് പുതിയ നമ്മുടെ ചാനലിൻ്റെ നെയിമുകളും ഇതിൽ ആഡായി വരുന്നത് കാണാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി വല്ല സഫിക്സുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും ആഡ് ചെയ്യാം. സഫിക്സുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ചാനലിൻ്റെ മുന്നിൽ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൽ നമ്മൾ ക്രിയേറ്റ് മൈ URL അല്ലെങ്കിൽ ക്ലെയിം മൈ URL എന്ന് പ്ലസ് ചെയ്തതോടുകൂടി നമ്മുടെ ഹോം പേജിലോട്ട് പോകുന്നതാണ്. അപ്പോൾ ഹോം പേജിലോട്ട് പോയതോടുകൂടി നമുക്ക് URL സെറ്റായി നമുക്ക് ഏകദേശം 2 ദിവസം എടുക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് നമുക്കൊരു കസ്റ്റം URL റിമൂവ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോയിലൊന്ന് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ ചാനലിൽ വന്നതിന് ശേഷം എന്നിട്ട് അത് ക്ലോസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ എൻ്റെ ഈ ഒരു പ്രൊഫൈൽ കാര്യമായിട്ടില്ല, കാരണം എനിക്ക് URL എലിജിബിൾ അല്ല. അപ്പോൾ വീണ്ടും എൻ്റെ ആ സുഹൃത്തിൻ്റെ ചാനൽ ഞാൻ ഒന്നുകൂടി എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം നമുക്ക് ഈ ഒരു എലിജിബിലിറ്റി ആയത്. അപ്പോൾ അതുപോലെ ഞാൻ പ്രൊഫൈൽ ഫോട്ടോ ക്ലിക്ക് ചെയ്തായിരുന്നു വന്നിരുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഈ ഒരു കസ്റ്റം URL എന്ന് കാണാം. ഇവിടെ ഈ ഒരു X മാർക്ക് ഉണ്ടല്ലോ, ഈ ഒരു X മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഈ കസ്റ്റം URL ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്.
അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂ എന്ന് അടിച്ചാൽ ഈ URL റിമൂവ് ആവുകയും നിങ്ങൾക്ക് പിന്നെ കസ്റ്റം URL നമ്മൾ നേരത്തെ പോയ അതുപോലെ തന്നെ ഡാഷ്ബോർഡിൽ പോയി URL ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഞാനിവിടെ ക്യാൻസലാണ് കൊടുക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള യൂട്യൂബ് വിശേഷങ്ങൾക്കായിട്ട് നമ്മുടെ മല്ലു ക്രിയേറ്റർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കൂ ഞാനിടുന്ന വീഡിയോകൾ ഏറ്റവും ആദ്യം കാണുവാൻ. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.